ഞങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പാർട്ണറായിട്ട്. കാരണം ഫിറോസും സജിനിയും കൂടെ വന്നതുപോലെ തന്നെ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണം. അടിപൊളി റോക്കി ആയിരുന്നു ആ ഒരു ആക്ട് ഉണ്ടാവുന്നതിന് വരേക്കും ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മണ്ടൻ. നാളെ നീ കയറി ചെന്നാലും നീ പോയാലും നിന്നെ ഒരു പട്ടിക്ക് പറയില്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും മാൻഡപ്പൻ ടോക്കീസ് എന്ന മലയാളം പോഡ്കാസ്റ്റ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാൻ പറ്റി. ഇത് വെച്ച് ഐ എം സോ ഹാപ്പി. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഈ എപ്പിസോഡ് മുതൽ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിഫൈയിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഒരേപോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരു കാര്യമാണ്. അത് പിന്നെ യൂട്യൂബിൽ നിന്ന് പിന്നെ സ്പോട്ടിഫൈയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിവേസ് അതൊക്കെ മായ്ച്ചളഞ്ഞേക്കുക. ഇനി മുതൽ എന്താണ് രണ്ടിലും ഒരേപോലെ പോകുന്നതായിരിക്കും. സോ വെൽക്കം. അഗൈൻ ബാക്ക് ടു ആക്ഷൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് സർവൈവിങ് എന്നുള്ള ടോപ്പിക്കാണ്. ആൻഡ് നമുക്കിപ്പം വേറെ ഗസ്റ്റുകളെ ഒന്നും വിളിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ദാരിദ്ര്യാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഇവളെയാണ് എനിക്ക് ഗസ്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. സോ വെൽക്കം ടു മൈ ഷോ മാൻഡപ്പൻ ടോക്കീസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പോഡ്കാസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കാരണം ഞാൻ കേൾക്കുന്ന ഒരു സാധനമല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണകളൊന്നും. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്? നീ വിളിച്ചോണ്ട്. ഓക്കെ, എനിവേസ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുക. സോ അപ്പോൾ അത് കാരണം ഇതല്ല അപ്പുറത്തത് ഇട്ടത് ഞാൻ അഴിച്ചു. ഷോൾഡർ മറ്റേ ബെൽറ്റ് ഉണ്ട്, പക്ഷെ ഞാനിപ്പോൾ അതിട്ടില്ല. എന്തിനാ വീഡിയോയിൽ വെറുതെ ഇതാവുന്ന മറ്റേ ഇതുപോലെ ഇരിക്കുക. ഏതാണെന്നറിയാം, നമ്മുടെ മീശമാധവനിലെ പെടലി ആ ഒരു ഫീൽഡ് വേറെ അതിൻ്റെ വേറൊരു വകഭേദം പോലെ ഇരിക്കുക. അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഇതൊക്കെ നമുക്ക് യോദ്ധാക്കൾക്ക് ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യം. ഞാൻ കരുതിട്ടൊന്നുമില്ല. എലിഗേഷൻസ് ഇവളാണ് എൻ്റെ ബെഡിൽ കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു വിചാരമാണ്. അല്ല, ഞാൻ പറയാം, അതാ പറഞ്ഞേ, അതല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥവും. സ്റ്റുപ്പിഡ്. അപ്പോൾ സർവൈവിങ് നമുക്ക് പറ്റിയ ടോപ്പിക്കാണ്. എന്താ പറയാനുള്ളത്? സോ എന്തായാലും ഞങ്ങൾ ഒരു 10-11 മാസം കൊണ്ട് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 11 മാസമല്ല, ഒരു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 11 മാസം, 12 മാസം, ഒരു വർഷം ആകുമ്പോൾ. ഈ April 22 ബേബി മിർച്ചിന്ന് ഇറങ്ങിയിട്ട് 1 year ആവുകയാണ്. മിർച്ചിന്ന് ഇറങ്ങിയിട്ട് മാത്രമല്ല, ആർജയിങ് എന്ന് പറയുന്ന ജോബിൽ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴും ആ ടാഗ് വളരെ ഭയങ്കരമായിട്ട് പ്രസക്തി. സർവൈവിംഗ് അല്ലേ ടോപ്പിക്. ഇപ്പൊ നിന്റെ ജോലി ഡയറി അല്ലേ പറഞ്ഞത്? അതിനുശേഷം ജോലി വിട്ട് കഴിഞ്ഞതിന് ശേഷവും അതേ ഒരു സ്റ്റാറ്റസ് ഇപ്പോഴും ഇങ്ങനെ ആൾക്കാര് ബിബിയായിട്ട് തുടരണം എന്നുള്ളതല്ലേ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ബിബി എന്ന് പറയുന്ന കാരണം എല്ലാവരും കൺഫ്യൂഷൻ. ഐദർ ഞാൻ ഒരു നെയിമിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. അതെ, കപ്പിൾസ് ആവുമ്പോ ഇൻസൈഡ് നീ എന്നെ വേറൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? ബിബി 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 എന്ന് വിളിക്കുന്നത് ആൾക്കാരെല്ലാം കേൾക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ബേബി 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 ബേബി. Never expect any romantic things from the stupid. Okay, yeah. So about surviving, നീ എന്തോ പറഞ്ഞു, എന്തൊരു വലിയ കഥ പറയാൻ തുടങ്ങുമായിരുന്നു. പറ. കഥയൊന്നും പറയാൻ തുടങ്ങിയതല്ല. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ ജോലി പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റിൽ ജോലി പോകുന്നതല്ല, ജോലി കളയുന്നു. ദെൻ ഓഗസ്റ്റിലാണ് കല്യാണം. കല്യാണത്തിന് ശേഷം ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഇറ്റ്സ് കോൾഡ് സർവൈവിംഗ്. ബിക്കോസ് വി വർ നോട്ട് റെഡി ടു ഗിവ് അപ്പ്. And we are not ready to give up even now. We are still, fighting amidst all the crisis. Evolving. Fighting amidst all the negativities and things that are around us. We are just fighting, and that is surviving for me. അത് സ്വന്തം ജീവിതത്തിൽ നിന്ന് ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാലും ഞാൻ ചോദിച്ചത് വാട്ട് ഈസ് സർവൈവിംഗ് എന്നുള്ളതാണ്. നമ്മളെ ഒരു നടുക്കടലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വിട്ടുകൊടുക്കാൻ റെഡി അല്ല. വി ആർ നോട്ട് റെഡി ടു ഡൈ, ഓർ വി ആർ നോട്ട്, മെയിൻ തിങ് വി ആർ നോട്ട് റെഡി ടു ഡൈ, ഓർ വി ആർ നോട്ട് റെഡി ടു ഗിവ് അപ്പ്. വി ആർ നോട്ട് റെഡി ടു ഗിവ് അപ്പ്. വി ആർ റെഡി ടു സർവൈവ് ഇൻ എനി സർക്കംസ്റ്റാൻസ്. വാട്ട് എവർ കംസ് അക്രോസ്, വി ആർ ഗോണ മേക്ക് ദ നെഗറ്റീവ് തിങ്സ് ടു പോസിറ്റീവ്, ആൻഡ് ദെൻ വി ആർ ഗോണ ലിവ്. വി ആർ ഗോണ ലിവ് ഹാപ്പിലി. വി ആർ ഗോണ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ബിറ്റ്വീൻ ദാറ്റ്. അപ്പോൾ അതിൻ്റെ മലയാള വേർഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഏകദേശം ആ ഒരു ലൈൻ തന്നെയാണ് പറയാനായിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലൈഫ് ഇസ് ഓൾ, എന്താ പറയുക, എപ്പോഴും മലയാളം തന്നെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
ഇടയ്ക്കറിയാതെ ഇംഗ്ലീഷ് കയറി വരുന്നു, എന്താണെന്നറിയില്ല, മൈക്ക് വന്നതിൻ്റെ തോന്നണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എപ്പോഴും ഇങ്ങനെയുള്ളൊരു ട്രാക്കല്ലല്ലോ, അതിങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം സ്വാഭാവികമായിട്ട് കയറുമ്പോൾ ആർക്കും വലിയ പ്രശ്നങ്ങളില്ല, നമ്മുടെ ചുറ്റും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും. സർവൈവ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ സ്റ്റോക്സിന്റെ ഗ്രാഫ് പോലെയാണ് ശരിക്കും പറഞ്ഞത്. കയറുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കയറും, പക്ഷെ വീഴുമ്പോൾ ഇങ്ങനെ ഒറ്റ വീഴ്ചയായിരിക്കും. അപ്പോൾ അത് സർവൈവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ സീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറ്റവും ഇറക്കും, ഈ കയറ്റത്തിലും ഇറക്കത്തിലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ആയിട്ട് സ്റ്റിയറിംഗ് പിടിച്ച് നേരെ പോകാൻ പറ്റണമല്ലോ, എന്നാലുള്ള നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഇറക്കമല്ലേ എന്ന് വിചാരിച്ചാൽ ആരും ഉറങ്ങൂലല്ലോ. ആ ഉറക്കമില്ലായ്മയാണ് സർവൈവിംഗ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ടെക്നിക്കലി പോസിബിൾ അല്ല. കാരണം നമുക്ക് എല്ലാവരും പറയും നമുക്ക് മോശം സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാം മോശമായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതിനെ മോശമായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആക്കുകയൊന്നും വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് എടുക്കാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവുക. കൺഫേം ആയിട്ടും വി ഗോണ ചേഞ്ച് ഇറ്റ്. ഒരു ദിവസം നമുക്കത് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. എപ്പോഴും പറ്റുന്ന കാര്യമല്ല, നോർമലി ഒരു നോർമൽ പേഴ്സണെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സർവൈവിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. ഇപ്പം നിലവിൽ സർവൈവ് ചെയ്യുന്നതിൻ്റെ ഒരു റിയാലിറ്റി ഷോയും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, ബിഗ് ബോസ് ഓർമ്മിപ്പിക്കരുതേ. അല്ല, അതിൻ്റെ വരികളുണ്ട്. വീഴുന്നവരാരോ വാഴുന്നവരാരോ, ഏകാഗ്രതമായി 100 ദിവസം വാഴുന്നവരാരോ, അങ്ങനെ എന്താണ് അതിൻ്റെ വരികൾ. എനിക്ക് കൃത്യം ഓർമ്മയിൽ വരുന്നില്ല, പക്ഷെ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സർവൈവിങ് ഗെയിമാണ്. ഒരുപാട് ഒരു 10-20 പേരുടെ അടുത്ത് ഞാൻ ആലോചിക്കുക, ഒരുമാതിരി ചിലർ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള 10-20 പേരുടെ ഇടയിൽ നമുക്ക് മൊബൈലില്ല, നമുക്ക് വേറെ ആരോട് സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് അറിയുന്നവരോട് സംസാരിക്കാൻ പറ്റില്ല. ഇവരുടെ ഇടയിലെല്ലാം കൊണ്ടുപോയിട്ടിട്ട് ഒരാവശ്യമില്ലാത്ത എന്തൊക്കെയോ തേങ്ങ വിഷയത്തിൻ്റെ പേരിലൊക്കെ അടി ഉണ്ടാക്കേണ്ടി വരിക. ഞാൻ ഇതെല്ലാം ആൾക്കാർ കാണുന്നുണ്ട്, നമുക്ക് മിണ്ടാതിരിക്കാനും പറ്റത്തില്ല. വല്ലാത്തൊരവസ്ഥയാണ്. To be honest, all the other seasons had something in it, I guess. ഞാൻ കഴിഞ്ഞ സീസൺ കുറച്ച് കണ്ടു, പിന്നെ ഞാൻ ഈ സീസണാണ് കാണുന്നത്. പക്ഷെ കണ്ടതോടുകൂടി ഇറ്റ്സ് നോട്ട് ലൈക്ക് TRP കൂടുന്ന വഴക്ക് പോലും അല്ല ദൈവം നടക്കുന്നത്. അതിൻ്റെ അകത്ത് what is happening is like people are like fed up. Stop the stupid show and just go back home. That's what everyone is trying to say. അല്ല, അത് ഈ 6 സീസണിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വൃത്തികെട്ട സീസണായിട്ട് എനിക്കും പേഴ്സണലി തോന്നി. ഇത്ര എപ്പിസോഡ്സ് തോന്നുന്നു. ഞാൻ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ടുള്ള ആളാണ്, ഇപ്പോഴും കാണാറുണ്ട്. ഞാൻ പേളിയുടെ ഒക്കെ സീസൺ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഷീസ് എ പേളി മണി ഫാൻ. നമ്മളൊക്കെ സാബുവാണ് വിന്നർ. ഓക്കെ, എനിവേ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നുമില്ല, കോവിഡിന്റെ സമയത്ത് വന്ന സാധനം കുറച്ച് അവിടെ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. എല്ലാ തവണയും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിങ്ങനെ ഷീ ആക്ച്വലി ഹേറ്റ്സ് ജാസ്മിൻ ജാഫർ, അതാണ് കാര്യം അല്ലേ? അയ്യോ, എനിക്ക് തോന്നുന്നു സർവൈവിംഗ് പറഞ്ഞു തുടങ്ങി ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ബിഗ് ബോസിലേക്ക് കടന്നത് നന്നായി. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പാർട്ട്ണറായിട്ട്. കാരണം ഫിറോസും സജിനയും കൂടെ വന്നതുപോലെ തന്നെ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണം. ഈ ബിഗ് ബോസ് പോയി കഴിഞ്ഞാലല്ല കോമഡി ആയിരിക്കും. ഒരു ദിവസത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ എന്നെ ഒരു ചവിട്ടി വെളിയിലാക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ എൻ്റെ പൊന്നു ദൈവം എന്നെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? എനിക്ക് ഒന്നിനും ഇഷ്ടമല്ല. ആരെങ്കിലും പറ. എന്നാലും എനിക്ക് അർജുന ഇഷ്ടമായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല, കാണാൻ കൊള്ളാവുന്നുണ്ട്. ലൈക്ക് ഹി വാസ് ക്യൂട്ട്. ദെൻ എനിക്ക് ഋഷി ഇഷ്ടമാണ്. ഋഷി ഈസ് ഗുഡ്. ഐ ഹവ് ഓൾവേസ് ഫോളോഡ് ഋഷി നേരത്തെ തൊട്ട്. നമ്മുടെ ഈ സമയം തൊട്ട്, ഉപ്പുമുളകിൻ്റെ സമയം തൊട്ട് എനിക്ക്, ഉപ്പുമുളകല്ല സോറി, D4 ഡാൻസിൻ്റെ ടൈം തൊട്ട് എനിക്ക് ഋഷി ഇഷ്ടമാണ്. ഇപ്പോഴും അതിൻ്റെ അകത്ത് കുറച്ചൊരു ഒരു മര്യാദയ്ക്കും ജെന്യുവനായിട്ട് നിൽക്കുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ബ്രേക്ക് ഔട്ട്സ് വരുന്നുണ്ടെങ്കിലും ബാക്കിയല്ലോ ബാക്കി എന്താണ് വെറുതെ ഒരുമാതിരി ഭയങ്കര ചീപ്പായിട്ടുണ്ട്. വെറും ചീപ്പാണ്, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ട് ബിബി, ബിഗ് ബോസിനെ പറ്റി, റോബിനെ പറ്റിയിട്ട് നമ്മുടെ ബ്രൗൺ വെയിൽ ഇരുന്നിട്ട് നമ്മൾ ഇട്ടില്ല. അത് പക്ഷേ ഈ ചാനലിലല്ല, വേറെ ചാനലല്ല. ഓക്കെ, ഇനി എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി റോക്കി ആയിരുന്നു. ആ ഒരു ആക്ട് ഉണ്ടാവുന്നതിന് വരേക്കും ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, മണ്ടൻ. പക്ഷേ പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ബെറ്റർ പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സിജോ ആണ്.
പോയി തിരിച്ചു വരികയാണെങ്കിലോ അറിയത്തില്ലല്ലോ. പിന്നെ ഈ സീസണിലായിരിക്കും എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡിന് കുറച്ചും കൂടി നല്ല പ്രിഫറൻസ് കിട്ടുന്ന ഒരു സീസൺ ഇതായിരിക്കും തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളവരെല്ലാം നല്ല കഞ്ഞി പ്ലേയേഴ്സാണ്, പറയാതിരിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആരെയാണെന്ന് അറിയോ? ഗബ്രി. കണക്കി കൂട്ടാൻ പറ്റില്ല, ആര് കൂട്ടുന്നു അവനെന്നിട്ട് അവന് നമുക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ചുമ്മാ ആൾക്കാരെ പറ്റി സോഷ്യൽ മീഡിയ ഫേക്ക് ആണെന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഗബ്രി. ഞാൻ കണ്ടിട്ടുണ്ട് ഈദ് കൊച്ചിയിലൊക്കെ, ഈദ് കൊച്ചിയാണോ ഏതോ കൊച്ചിയുടെ പേജിലൊക്കെ വരാറുണ്ട്. പിന്നെ ആക്ടറാണ്, സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പേര് പറഞ്ഞ് അതിൻ്റെ ടാഗ് വെച്ച് ആക്ടറാണെന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ, അതല്ലാതെ ആർക്കറിയാം ആക്ടറാണെന്നുള്ള ബേസിൽ. ഇത്തവണ കൊണ്ടുവന്നേക്കുന്ന ആൾക്കാരല്ല ഒരു മെജോറിറ്റിയും കോമണേഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒന്നും സ്റ്റേറ്റ് ചെയ്യാം. ഇപ്പം നാളെ നീ കയറി ചെന്നാലും നീ പോയാലും നിന്നെ ഒരു പട്ടിക്ക് പറയില്ല, അത് നീ ആദ്യം മനസ്സിലാക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അതുകൊണ്ടല്ല, ഇപ്പോൾ നിലവിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സോ അപ്പോൾ അതൊന്നും ഒരു എന്താണ് ബിഗ് ബോസിൽ വരുന്നതിന് പിന്നെന്താ നോറയുണ്ട്, ജാസ്മിൻ ജാഫർ ഉണ്ട്, ഗബ്രി ഉണ്ട്. ഗബ്രി ഞാൻ പറഞ്ഞില്ലേ കൊച്ചി പേജുകളിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ പറയുന്ന ആള് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയുണ്ട് ശ്രീതു ആക്ട്രസ് ആണ്, ഒപ്പം തന്നെ ഇൻഫ്ലുവൻസറാണ്. 200-ൽ പദം ഫോളോവേഴ്സ് എന്തോ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഇനി ആരാ വേണ്ടേ? മറ്റേ ആ ഒരു വേറൊരാളുണ്ടല്ലോ, എന്താണ് ശരണ്യ ആക്ടറാണ്, ഇൻഫ്ലുവൻസറാണ്. ഋഷിയും ആക്ടറാണ്, ഇൻഫ്ലുവൻസറാണ്, മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ആളാണ്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ആരോ ഇല്ലാത്ത, എനിക്ക് തോന്നുന്നു യമുനയ്ക്ക് മാത്രമായിരിക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അല്ല, അവരും ഈ പറയുന്ന പോലെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കോമണറായിട്ട് വന്നിട്ടുള്ള ഇപ്പോഴത്തെ പവർ ടീമിലുള്ള റസ്മിൻ, അവളും ആക്ച്വലി ഞാൻ നോക്കുമ്പോൾ അവർക്കും കുറേ കണ്ടന്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. മുമ്പൊരു കോളേജിൽ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഒരു നമ്മുടെ ഇവരുണ്ടല്ലോ ഉടൻ പണത്തിൽ എന്തോ അവള് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നവരെ മാത്രം സമയത്ത് അവരുടെ ഫോളോവർ അക്കൗണ്ടും ഈ പറയുന്ന കാര്യങ്ങളും ഇന്ന് നിൽക്കുന്ന കണക്കായിരുന്നു അല്ലല്ലോ. അതല്ല, അത് 5000-4000 ആ റേഞ്ചിൽ നിന്ന ആൾക്കാരല്ലേ ഇപ്പൊ ഈ പറയുന്ന ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതൊക്കെ ഭയങ്കര കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഋഷിക്ക് 1 മില്യൺ ഉണ്ടായിരുന്നു. അപ്സരക്ക് നിനക്കിത് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? അപ്സരയൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരുമാതിരി വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയാതെ ആർക്കും അറിയുന്നവരാണ് ഇവരൊക്കെ എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള അഹങ്കാര ധ്വനി ധനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സെറ്റ് ഓഫ് ആൾക്കാരെ പോലെ അല്ല പറഞ്ഞത്, സീരിയൽ ആക്ടേഴ്സും ബാക്കിയുള്ളവർ നിൽക്കുന്നവരല്ല പറഞ്ഞത്, അല്ലാതെ കുറെ പേരെ വിളിച്ചോണ്ട് വന്നേക്കുന്നവരെ. റോക്കിയുടെ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. റോക്കി മുമ്പ് ചാനൽ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാറ്റു ആർട്ടിസ്റ്റുകൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര ടാറ്റു ആർട്ടിസ്റ്റുകൾ അറിയാം? കേരളത്തിലെ ഫേമസ് അല്ല ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാമോ? അങ്ങനെ ഒരുപാടില്ല. ഞാൻ ഫോളോ ചെയ്ത സാധനമല്ല, അത് പറയുന്നതാണ് ഏറ്റവും ഭേദം. അല്ലാതെ നമുക്കറിയാവുന്ന കുറച്ച് പേരെ മാത്രം വിളിച്ചുകൊണ്ട് വരാൻ മാത്രം കേരളത്തിൽ അതിന് മാത്രം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരില്ല. സെലിബ്രിറ്റി ട്രെയിനറാണ്, അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണ്. ബാക്കി പറ. കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സമയങ്ങളിലും ഒന്നും വന്ന ആൾക്കാരെ പോലെ അല്ല ഈ സീസണിൽ എന്തായാലും കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു 50% അല്ലാതെ ഈ കൂടുതൽ ആൾക്കാരും അതല്ലാതെ അത്ര ആൾക്കാർക്ക് നോൺ ആയിട്ടുള്ള ഒരു ഫേസ് അല്ല. മലയാളി ഓഡിയൻസിന് നോൺ ആയിട്ടുള്ള ഫേസുകളല്ലായിരുന്നു ആദ്യം. അല്ല ഞാൻ ചോദിക്കട്ടെ, ആദ്യം വന്ന സുരേഷ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു, ഔട്ടായി പോയ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ. സുരേഷ് എന്ന് പറയുന്ന ആള് ഹിന്ദി മൂവിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. ബ്രഹ്മരം എന്ന് പറയുന്ന മൂവിയിൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നിഷാന കുറച്ചും കൂടെ കോമണറാണ്, പക്ഷെ ഒരു റൈഡർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫേമസ് എന്നൊന്നുമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ആരാ? ഞാൻ ഒന്നും പറയുന്നില്ല. ആദ്യം ഇവനും ഇതേ അഭിപ്രായമായിരുന്നു, പിന്നെ എല്ലാവരുടെയും പ്രൊഫൈലൊക്കെ കയറി നോക്കിയതിന് ശേഷമാണ് മാറിയത്. അങ്ങനെയല്ല, അതായത് നീ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇവരൊക്കെ ആർക്കറിയാം എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ഇതൊന്നും ആരും അറിയാത്തവരൊന്നും ഒരു ഏഷ്യാനെറ്റ് പോലത്തെ ഇത്രയും ഗ്ലോബൽ റേറ്റിംഗ് ഉള്ളൊരു ചാനലൊന്നും ഒരാളെ വിളിച്ചോണ്ട് വരില്ല. ഇത്തവണ എന്തായാലും ഏഷ്യാനെറ്റിന് മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ ആരെയും വിളിച്ചിട്ട് അവര് വന്നില്ല. എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വന്നില്ല. അതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു വന്നത് എന്നുള്ളത് എവിഡന്റ് ആയിരുന്നു. പിന്നെ
ഒരു രീതിയിലുള്ള സെലക്ഷൻ ഒരു എന്ത് പ്രോപ്പർ ഇവർ ശരിക്കും ആരെയും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അങ്ങനെയല്ല പറയാൻ ഉദ്ദേശിച്ചതിന്റെ വേറൊരു സൈഡ് ഞാൻ പറഞ്ഞുതരാം. പറയാൻ ഉദ്ദേശിച്ച വേറെ സൈഡ് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എല്ലാ സീസണിലും ഓരോ എലമെന്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് കഴിഞ്ഞ സീസണിൽ അഖിൽ, വിഷ്ണു എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നു, എന്നാൽ മാറി നിൽക്കുന്ന ആൾ. അതുപോലെ തന്നെ ശോഭ, ഇതൊക്കെ മാറി 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 നിൽക്കുന്നതായിരുന്നു. ഇപ്രാവശ്യം എല്ലാം ഒരേ ടൈപ്പാണ്. കഞ്ഞികൾ എല്ലാം ഏകദേശം ഒരേ ലെവൽ ഓഫ് കഞ്ഞികളാണ്. തന്തക്കി വിളി തള്ളക്കി വിളിയുടെ അയ്യര് കളിയാണ്. ജാസ്മിൻ ജാഫറിന്റെ ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ കാണുന്ന ഒരാളായിരുന്നു. പക്ഷേ എടാ ഇവിടെ സൗണ്ട് എങ്ങനെയാ ഇങ്ങനെ ഒരുമാതിരി ചന്ത സൗണ്ട് ആയിട്ട് പുള്ളിക്കാരിയുടെ വീഡിയോസ് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വർഷമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. ആ വീഡിയോസിൽ വരുന്ന പുള്ളിക്കാരിയും ആ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും അതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ക്യാമറയുടെ മുമ്പിൽ വരുന്ന ഞാനാണ് ശരിക്കുള്ള ഞാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കരയുന്നതും ചിരിക്കുന്നതും വീട്ടുകാരുടെ പോകുന്നതും സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഇതെല്ലാം ക്യാമറയുടെ മുമ്പിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇതിന്റെ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ മാറി വേറെ എന്തോ ഒരു പരുവത്തിലായതുപോലെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇതാണ് ജാസ്മിൻ, ഈ കച്ചറ സാധനമാണ് ജാസ്മിൻ. അതെനിക്ക് മുമ്പേ അറിയാമായിരുന്നു. പല ഇന്റർവ്യൂസിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം. അത് ഞാൻ അങ്ങനെ ബോഡി ലാംഗ്വേജ് വെച്ചെന്നുള്ള ശ്രദ്ധിച്ചിട്ടില്ല. ഫസ്റ്റ് ടു സൈറ്റ് കാണുന്നത് വെച്ചിട്ടും പുള്ളിക്കാരി പറഞ്ഞത് വെച്ചിട്ടും ഓക്കെ, അങ്ങനെയാണല്ലോ നമ്മൾ ഓൺ ക്യാമറ ഒരാളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അത് വന്നപ്പോൾ ഇപ്പൊ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ടോപ്പിക് സർവൈവിങ് ആയിരുന്നു. ഇപ്പൊ എന്തിലേക്കൊക്കെയോ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ വേറൊന്നുമല്ല പറഞ്ഞു വന്നത്. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് ഇതും ഒരു സർവൈവിങ്ങിന്റെ പാർട്ടാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ആരാന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളാരാന്നും കൂടെ പറയണേ. അത് ഈ മറ്റേ ഇപ്പോൾ ഒരു കമൻറ്റ് ഇപ്പോഴത്തെ കുറേ ആയിട്ടുണ്ട്. മറ്റേ ഇപ്പോൾ ആൻഡപ്പൻ ഇടുമ്പോൾ റോങ് എന്നിട്ടിട്ട് ഇല്ല അന്തപ്പൻ എന്നിട്ട് ഒരു ടിക്കൊക്കെ ഇടുന്ന സാധനം ഉണ്ടല്ലോ. അതിന് പകരം അതുപോലെ ജാസ്മിൻ ഇടുക, ടിക്കാണെങ്കിൽ ടിക്ക് ഇടുക, അല്ലെങ്കിൽ എക്സ് ഇടുക. ഇനി ഋഷീനെ ആണെങ്കിൽ അതിന് ടിക്കറ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ ഇടുക. ആൻഡ് അല്ല എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് നീ എന്ത് പറയുന്നു? നിന്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണെന്നും കൂടെ പറ. സിജോ. സിജോ ഇല്ലല്ലോ ഇപ്പൊ. സ്റ്റിൽ പാർട്ട് ഓഫ് ദി ഗെയിം. ഇടയ്ക്ക് മാറിയെന്നല്ലേ ഉള്ളൂ. സിജോ അല്ലെങ്കിൽ ഐ എം വെയിറ്റിംഗ് ഫോർ ദ വൈൽഡ് കാർഡ്. എല്ലാവരും പറ്റാന്നിട്ട് പറയാം. അല്ല സീരിയസ് ആയിട്ട്, ബിക്കോസ് ഗബ്രി പിന്നെ ജിൻഡോയുടെ ഗെയിം എനിക്ക് ഇഷ്ടമാണ്. ജിൻഡോ ഇത് പുള്ളി അറിഞ്ഞ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ ഗെയിമറാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡൂയിങ് ഇൻസൈഡ്. ഇത് വിട്, നമ്മുടെ നമുക്ക് ജാസ്മിൻ സനയാണ്, അതറിയോ? എനിക്ക് തോന്നുന്നു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴാണോ ഏതിലോ ഒന്നിൽ ജാസ്മിൻ സന അങ്ങനെ എന്തോ ആയിരുന്നു പേര് കൊടുത്തുള്ള ഹെർ ഫിയാൻസിയോ അങ്ങനെ എന്തോ ആണ് സന എന്ന് പറയണം. അങ്ങനെ എനിക്കറിയാം. ജാഫറിൻ്റെ പേര് അന്ന് കട്ട് ചെയ്തതാണ്. മുന്നേ അല്ല, മുന്നേ കാക്കാന്ന് വിളിക്കും. എല്ലാം കാക്ക കൂട്ടിയിട്ടല്ലേ. ഞാനിപ്പോൾ പേടിച്ചിട്ടുണ്ട്. ഞാൻ വല്ലതും പോയായിരുന്നെങ്കിൽ എന്നെ അൻ്റെപ്പം കാക്കാന്ന് വിളിക്കുമായിരുന്നു എന്ന്. എന്തിനാണ് ഇപ്പം വെറുതെ കാക്ക വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോട്ട് ഇൻവോൾവിങ് ഈ റിലീജിയസ് തിങ് ഇൻവോൾവ് ചെയ്തല്ല. അല്ല അതും വേണ്ട, അത് തന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ. ചില സമയത്ത് പോയിട്ട് മറ്റേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവള് എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഊക്കാനോ അല്ലെങ്കിൽ ലൈക്ക് ഒന്ന് ട്രിഗർ ചെയ്യാനോ വേണ്ടി പോകുന്ന സമയത്ത് ഇവള് ചെയ്യുന്നൊരു പരിപാടി ജിൻഡോ കാക്ക റോക്കി കാക്ക. റോക്കി പിന്നെ കാക്കാന്നൊന്നും വിളിക്കാൻ പോയിട്ടില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുപ്പി എറിയുന്ന അറിയാൻ പോയിട്ടില്ല, ഇടിച്ച് മാലത്തി കളവില്ല. സോ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സർവൈവിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ കയറ്റം സർവൈവ് ചെയ്യാൻ ഇത് ആപ്പ് ഉപ്പയെ കൊണ്ടും പറ്റും. പക്ഷെ എന്നാൽ ഈ ഇറക്കം സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. സോ അപ്പോൾ ഈ രണ്ട് മോഡിലും ഏകദേശം നമ്മുടെ ലൈഫിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതിനെയാണ് സർവൈവിംഗ് എന്ന് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. കാരണം ചില സമയത്ത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി പറയാം ഭയങ്കര കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള തോട്ടുകളുള്ളതാണ് മനുഷ്യന്മാർ. സ്ട്രോങ് ആണ് നമ്മൾ, ഒട്ടും ലൈക്ക് ഒരു എന്താ വേവറി അല്ല, ഒന്നുമല്ല, ഭയങ്കര ഒരു കാര്യത്തിലേക്ക് നമ്മൾ ബൗണ്ടഡ് ആണെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ. ആക്ച്വലി ആ ടൈമിലാണെന്നുണ്ടെങ്കിലും ചില ട്രിഗർ പോയിന്റ്സ് മതി ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയി പോകും. ഈ നമ്മൾ ഈ സർവൈവൽ ഈ ഒരു ടൈമിലിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകും. പക്ഷെ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാന്ന് പറയുന്നത് അതിന് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ബിഗ് ബോസ്.
നമ്മൾ വിചാരിക്കും എല്ലാം നമ്മുടെ കൺട്രോളിലാണെന്ന്. അപ്പോൾ ഒരു ഓരോരുത്തന്മാർ ഇതുപോലെ ഗബ്രിയുടെ ഒരു പോയിന്റ്സ് എനിക്ക് ദേഷ്യം. ഞാൻ പിന്നെ ബിഗ് ബോസിലേക്ക് പോകണം. അല്ലേ, ഞാൻ നോക്കുമ്പോൾ ജിൻഡോ കാക്ക എന്നെ തൊട്ടത്, ജിൻഡോ എന്നെ തൊട്ടത് ആ രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, നിനക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിനക്കത് ആദ്യം സ്പോട്ടിൽ തന്നെ പറയാം. ഇനിയല്ല നിനക്ക് തോന്നി തെറ്റാണെന്ന് തോന്നി, ഓക്കെ സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ അതിലൊരു വിക്ടിം കാർഡ് ഇട്ടിറക്കി മറ്റേ ഒരുമാതിരി ഡൺ. പക്ഷേ ഹീസ് ഓൾസോ സർവൈവിങ്. അതൊരു സർവൈവിങ് ആണ്. ഇതെല്ലാം കണ്ട് നമ്മൾ ജീവിക്കുന്നില്ലേ, അതൊരു സർവൈവിങ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ സർവൈവ് ചെയ്തോണ്ടിരിക്കുന്നത് സമ്മതിക്കണം. മറ്റേ LKG പിള്ളേരെ ഒരു ക്ലാസ്സിൽ കൂട്ടിയിട്ട് അവരെ നോക്കണ അവസ്ഥയിലാണെന്ന് തോന്നുന്നു. ബിഗ് ബോസിന്റെ തന്നെ അവസ്ഥ ആലോചിച്ച് ഇന്നലെ രാവിലെ വന്നിട്ട് തമ്മി തല്ലി ചാവാതിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചിരുത്തിയൊന്നു. ഇത്ര ഗതികേടോ. പിന്നെ സർവൈവിങ്ങിൽ എനിക്ക് പറയണം തോന്നിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ ലൈഫിൽ, ഇപ്പം ഞാൻ തന്നെ ഒരു 12 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മിർച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഐ ഹാഡ് എ തോട്ട് ലൈക്ക് എനിക്ക് ഈസി ആയിട്ടൊരു ജോബ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴും എനിക്ക് ജോബ് കിട്ടുന്നത് ഒരു വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നില്ല. കാരണം എനിക്ക് ഓഫേഴ്സൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ മാനദണ്ഡങ്ങളുണ്ടല്ലോ. പാഷൻ അല്ലാത്ത റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് പോകുമ്പോൾ ഞാൻ സാലറി നോക്കും, എന്തായാലും നോക്കും. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര സാലറി താഴേക്ക് പോകാൻ പാടില്ല, ഈ രീതിയിലുള്ള ജോലിക്ക് നിൽക്കാൻ പാടില്ല, അങ്ങനെ കുറേ സീൻസ് നമ്മുടെ ചുറ്റുപാടും സമൂഹം നമ്മുടെ തലയിലേക്ക് അടിച്ചു തരും. അപ്പോൾ അത് കാരണമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് എടുക്കാനും പറ്റില്ല. പിന്നെ ഓക്കെ ഇതേ ജോബ് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ജോബിൻ്റെ മേഖലയിലുള്ള, ഞാൻ ഇറങ്ങി വന്നിട്ടുള്ള മേഖലയിൽ നിന്ന് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ തള്ളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണത്. എന്നെ പുറത്താക്കി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കയ്യിൽ എന്തായാലും ഈ പറയുന്ന പോലെ മുറിച്ച് തന്ന സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. അനദർ പാർട്ട് ഓഫ് സർവൈവൽ. ഇതിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു ഡിപ്പ് വരുന്ന സമയത്ത് ചവിട്ടാൻ ഒരുപാട് പേരുണ്ടാവാം, ഒരുപാട് പേര് ഒരുപാട് കാരണങ്ങളോ സംഭവങ്ങളോ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ചെയ്തു വെക്കേണ്ട കാര്യം എന്താണെന്നറിയോ? റിയാക്ട് ചെയ്യാം. റിയാക്ട് ചെയ്യാനുള്ളതല്ല, റെസ്പോണ്ട് ചെയ്യാം. Not reaction. Not up to person to person. Yeah, it's up to person to person. But then not reaction, but a response. A response can make a huge difference, where a reaction may not make a huge difference, but it also makes difference that can be positive or negative. But a response can always make a good difference, because once you respond, you're making a statement there that you will respond. If you don't do that, things are gonna get harder at some point of time. മേ ബി ആയിരിക്കാം. എൻ്റെ സ്റ്റൈൽ ഓഫ് അപ്രോച്ച് വ്യത്യാസമാണ്. അപ്പം ഞാൻ നിങ്ങളോടും പറയാനുള്ളൊരു കാര്യം, സർവൈവിംഗ് എന്നുള്ളൊരു സംഭവത്തെ പറഞ്ഞു വരികയാണ്. അതിൻ്റെ ഒപ്പം നമുക്കിനി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്, നമ്മുടെ ബിഗ് ബോസ് ചർച്ചകളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോപ്പിക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണം. ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോൾ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്താലോ എന്നുള്ളൊരു പ്ലാനുണ്ട്. എപ്പിസോഡ് റിവ്യൂ ചെയ്യണില്ല, കാര്യം എന്താണെന്നറിയോ? വെറുതെ ഈ അടിവസ്ത്രം അവിടെ അഴിച്ചു വെച്ചു, ഭക്ഷണത്തിൽ എന്തോ ഒരു ഉപ്പിട്ടില്ല, ചായക്ക് ടേസ്റ്റ് ഇല്ല, ഇതൊക്കെയാണ് വിഷയം. അതൊക്കെ അങ്ങനെ കുറേ വിഷയങ്ങൾ. ഇതൊക്കെ ഒന്നുമല്ലല്ലോ ബിഗ് ബോസ്. കഴിഞ്ഞ സീസണൊക്കെ എന്താ എല്ലാവരും പറഞ്ഞു, കഴിഞ്ഞ സീസൺ ഭയങ്കര ഓഫ് സീസൺ ആയിരുന്നു എന്നിട്ട്, പക്ഷേ അടിപൊളി സീസണായിരുന്നു ഇതിനേക്കാളും. ഇത് വെറുതെ കച്ചറ പിള്ളേർ. കഴിഞ്ഞ തവണ കണ്ടിട്ടുള്ളവരും ഇത്രയും കാലം ഫോളോ ചെയ്ത് വന്നവരും എനിക്ക് തോന്നുന്നു ഇപ്പൊ അവര് കാണുന്നില്ല എന്നുള്ളത്. ബേസിക്കലി ഫാമിലി ഓഡിയൻസ് റേറ്റിംഗിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. റേറ്റിംഗിൽ ഇപ്പോഴും കൂടുന്നുണ്ട്. ആൾക്കാർക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്കാണെങ്കിലും ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കാണുന്നത്? എന്തുകൊണ്ടാണ് കാണുന്നത്? നമുക്കതുമായിട്ടൊരു ഒരു തേങ്ങയോ അതൊന്നും അല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ഇടയിൽ ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. ഇവരുടെ അടി ഉണ്ടാക്കണത് നമുക്ക് കാണാം, പിന്നെ നമുക്ക് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സംഭവം ഉള്ളതാണ്. അതുപോലെ ഒരുപാട് പേര് കാണുന്നുണ്ട്. സോ അതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ ഭയങ്കര കാര്യമുണ്ടോ അങ്ങനെയൊന്നുമില്ല. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ലോ പറഞ്ഞ, കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി, കസിൻസ്, ആൻറ്റിമാർ, ഇവരെല്ലാവരും ഭയങ്കര കീനായിട്ട് ഫുൾ ടൈം 24/7 ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. പക്ഷെ ദിസ് ടൈം they're not bothered. Maybe they're busy with something, or maybe they did not find this season very much interesting. Audience might have changed, I feel. കഴിഞ്ഞ തവണ കണ്ടോണ്ടിരുന്ന കുറെ പേരുണ്ട്, അവരാരും ഇത്തവണ അല്ല. ഇപ്രാവശ്യം കുറെ പരസ്യമൊക്കെ ഇറക്കണുണ്ട് ഏഷ്യാനെറ്റ്. നല്ല രീതിയിൽ പരസ്യമൊക്കെ ഇറക്കുന്നുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. മാറ്റിപ്പിടുത്തമാണല്ലോ. പക്ഷെ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു.
എനിക്കിങ്ങനെ ആൾക്കാരുടെ ഇമോഷൻസിനെ വെച്ചിട്ട് ട്രിഗർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇങ്ങനെ നമ്മളിരിക്കും, ഇല്ല ചൊറിഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. എന്തായാലും ഇനിയിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ അടിച്ച് ഇളക്കിയത് ഞാനല്ല, എന്നെ തുറന്നതുകൊണ്ടല്ല, തന്നെ വീണിട്ട് പറ്റിയതാണ് കേട്ടോ. അത് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് സോപ്പ് ടർഫിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ അപ്പോൾ ഫസ്റ്റിലെ വീഴ്ച എനിക്ക് എൻ്റെ കൺട്രോളിലായിരുന്നില്ല. അപ്പോൾ അത് കാരണം ചെറുതായിട്ട് ഇതൊക്കെ നമുക്ക് എന്ത്, നമ്മൾ ഫുട്ബോളിൽ വീണ് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ ഇതും വെച്ച് കളിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറോളം ഞാൻ അതേ കൈ വെച്ച് തന്നെയാണ് ഞാൻ കളിച്ചത്. നീ പിന്നെ എന്താണ് കാല് വെച്ചാണ് കളിച്ചത്? ഞാൻ നോക്കിയപ്പോൾ പകുതി നേരം ബോൾ എടുത്തോണ്ട് ഓടണുണ്ടായിരുന്നല്ലോ. ഫുട്ബോൾ കളിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും. ആൻഡ് ഗൈസ് യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട്, ബിക്കോസ് ലൈക്ക് കളിക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും അടിപൊളിയായിട്ട് ഫണ്ണായിട്ട് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. ജസ്റ്റ് ഗോ ട്രൈ ഇറ്റ് ഔട്ട്, എസ്പെഷ്യലി ദിസ് ഹോട്ട് സമ്മർ സീസൺ. ഓക്കെ, ഇപ്രാവശ്യത്തെ എപ്പിസോഡ് കുറച്ച് ഇംഗ്ലീഷിൽ കൂടിയെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് തിരിച്ചു കയറി വരുന്നുണ്ട്. എൻ്റെ ഒരു കുറേ കാലം ഞാൻ ഇംഗ്ലീഷ് സംസാരവും പരിപാടിയും ഒന്നും ഇല്ലാതൊരു ബ്രേക്കിലായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് തിരിച്ചു കയറി വരുന്നുണ്ട്. അല്ല, പണ്ട് ശരിക്കും സ്ഥിരം ഉണ്ടായിരുന്നു, പണ്ട് ഫുൾ. സോ എനിവേസ്, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ അബൌട്ട് സർവൈവിങ് എന്താണെന്നും കൂടെ ഒന്ന് പറയുക. നിങ്ങളിപ്പോൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ സ്മൂത്ത് ലിവിങ്ങിലാണോ എന്നൊക്കെ പറയുക. എല്ലാം ഇപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആണെങ്കിൽ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ, എല്ലാവർക്കും ചില്ലാവട്ടെ ലൈഫ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് കമൻറ്റ് don't forget to share your opinion. Thank you. Peace.